അങ്ങനെ 18ാം ലോക്സഭയുടെ 5ാം ഘട്ട വോട്ടെടുപ്പും പൂർത്തിയായിരിക്കുന്നു. 7 ഘട്ട വോട്ടെടുപ്പിൽ ഇനി 2 ഘട്ടം മാത്രമാണ് അവശേഷിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 49 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പാണ് നടന്നത്. ഉത്തർപ്രദേശ്, ബീഹാർ, അതുപോലെ തന്നെ മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന്, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പ് നടന്നിരിക്കുന്നു. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി 695 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. 695 സ്ഥാനാർത്ഥികൾ മത്സരിച്ചു. 5 മണിവരെ 56.68% പോളിംഗ് രേഖപ്പെടുത്തി. ഓരോ സംസ്ഥാനങ്ങളിലെയും വിശദാംശങ്ങൾ പരിശോധിക്കാം. ബീഹാറിൽ 5 മണ്ഡലങ്ങളാണ് ഇന്ന് വോട്ടെടുപ്പിലേക്ക് പോയത്. 5ാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ട് 5 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പുണ്ടായത്. പോളിംഗ് ഏതാണ്ട് 52.35% ബീഹാറിൽ രേഖപ്പെടുത്തിയത്. ജമ്മു കാശ്മീരിൽ 1 മണ്ഡലത്തിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ജമ്മു കാശ്മീരിൽ 1 മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് 54.21. ജാർഖണ്ഡ് 3 മണ്ഡലങ്ങൾ, പോളിംഗ് ശതമാനം 61.9. ലഡാക്ക് 1 മണ്ഡലം, പോളിംഗ് ശതമാനം 67.15. മഹാരാഷ്ട്രയിൽ 13 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. ആകെ 48 മണ്ഡലങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഉള്ളത്. അതിൽ 13 മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് ഇന്ന് നടന്നു. പോളിംഗ് ശതമാനം 48.66%. ഒഡീഷയിൽ 5 മണ്ഡലങ്ങളിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടന്നു. പോളിംഗ് ശതമാനം 60.55. ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോയത്. ആകെ 80 മണ്ഡലങ്ങളാണ് ഉത്തർപ്രദേശിലുള്ളത്. ഇനി 2 ഘട്ടങ്ങളുണ്ട്. 2 ഘട്ടങ്ങളിലും ഉത്തർപ്രദേശിൽ പോളിംഗ് നടക്കും. ഉത്തർപ്രദേശിലെ ഇന്നത്തെ പോളിംഗ് 55.8%. പശ്ചിമ ബംഗാളിൽ 7 മണ്ഡലങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. പോളിംഗ് ശതമാനം 73. ഇനി പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ ആരൊക്കെ ഇന്ന് മത്സരിച്ചു എന്നുള്ളത് കൂടി ഒന്ന് പരിശോധിക്കാം. ബീഹാറിൽ ഹാജിപൂർ മണ്ഡലം ചിരാഗ് പാസ്വാൻ ആണ് അവിടെ മത്സരിക്കുന്നത്. ലോക് ജനശക്തി പാർട്ടി നേതാവാണ് ചിരാഗ് പാസ്വാൻ. പിതാവായ രാംവിലാസ് പാസ്വാന്റെ മണ്ഡലം തിരിച്ചു പിടിക്കുകയാണ് ലക്ഷ്യം. കഴിഞ്ഞ തവണ ഇദ്ദേഹം ജമോയ് മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചത്. ബീഹാറിലെ സരൺ മണ്ഡലത്തിൽ നിന്ന് രോഹിണി ആചാര്യ, RJD നേതാവ് ലാലു പ്രസാദിന്റെ ഇളയ മകളാണ് രോഹിണി ആചാര്യ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അരങ്ങേറ്റം കുറിക്കുന്ന മെഡിക്കൽ ബിരുദധാരിയാണ്. 3 മഹാരാഷ്ട്രയിലെ മുംബൈ നോർത്ത് പീയൂഷ് ഗോയൽ, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലമാണ്. മുംബൈ നോർത്തിൽ നിന്നാണ് പീയൂഷ് ഗോയൽ മത്സരിച്ചത്. കോൺഗ്രസിന്റെ ഭൂഷൺ പാട്ടീലിനെതിരെയാണ് ഗോയൽ മത്സരിക്കുന്നത്. UPയിൽ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു. ദിനേശ് പ്രതാപ് സിംഗ് ആണ് എതിരാളി. UPയിലെ ലക്നൌവിൽ രാജ്നാഥ് സിംഗ് ആണ് മത്സരിക്കുന്നത്. അദ്ദേഹം കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ്. UPയിലെ കൈസർഗഞ്ചിൽ കരൺ ഭൂഷൺ, മുൻ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തലവൻ ബ്രിജ് ഭൂഷൺ ശരണിന്റെ മകനാണ് കരൺ ഭൂഷൺ സിംഗ്. പിതാവിന് പകരമാണ് കൈസർഗഞ്ചിൽ മത്സരിച്ചത്. ഗുജറാത്തിൽ UPയിലെ അമേഠിയിൽ സ്മൃതി ഇറാനി മത്സരിക്കുന്നു. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ട മണ്ഡലമാണ്. ജമ്മുകാശ്മീരിലെ ബാരാമുള്ളയിൽ ഒമർ അബ്ദുള്ള മത്സരിക്കുന്നു. ജമ്മുകാശ്മീർ മുൻ മുഖ്യമന്ത്രിയും പാർട്ടി വൈസ് പ്രസിഡന്റുമാണ് ഒമർ അബ്ദുള്ള. ഇത്തവണ ബാരാമുള്ള മണ്ഡലത്തിൽ മത്സരിച്ചത്. 2009 മുതൽ 2015 വരെ മുഖ്യമന്ത്രിയായിരുന്നു. പശ്ചിമ ബംഗാൾ ശ്രീരാംപൂർ ദീപിസ്തർ SFIയുടെ നേതാവാണ്. TMC സ്ഥാനാർത്ഥി കല്യാൺ ബാനർജിയാണ് ദിഷാദറിൻ്റെ എതിരാളി.